ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ കയ്യിൽ ട്രൈപോഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീഡിയോ എങ്ങനെ എടുക്കേണ്ടത്, എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഒക്കെ ഞാൻ യൂട്യൂബിൽ തന്നെയാണ് വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് പഠിച്ചത്. അപ്പം ഞാൻ ട്രൈപോഡ് വാങ്ങുക എന്ന് പറയുന്നത് ചില യൂട്യൂബേഴ്സിന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊക്കെ വരുന്നവർക്ക് ട്രൈപോഡിന് അത്യാവശ്യം ഒരു 500, 600, 700 ലോക്കൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും റേറ്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ട്രൈപോഡ് അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങാനൊന്നും ഇല്ല. അപ്പോൾ ബിഗിനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. കുറേ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളവർക്ക്, ക്യാഷ് ഒക്കെ കിട്ടി തുടങ്ങുന്നവർക്ക് ഇപ്പോൾ ക്യാഷ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതൊന്നും വാങ്ങിയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നവർക്ക്, ക്യാഷ് ഇല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണ് നമ്മൾക്ക് ഒരാളെ കൊണ്ട് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. അവർ നമ്മുടെ വഴിയൊക്കെ ഇങ്ങനെ നടക്കും വേണം. അവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും വേണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരു ഫോൺ സ്റ്റാൻഡാണ് ഞാൻ പറയുന്നത്. അത് എത്രത്തോളം വർക്ക് ആവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാൻ മീഷോ എന്നൊരു ഫോണിൻ്റെ സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു റിവ്യൂ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ സ്റ്റാൻഡ് കാണിച്ചുതരാം. 202 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. ഒരു ബിഗിനറൊക്കെ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പം ഞാൻ കാണിച്ചുതരാം, പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം അതെ, ഇങ്ങനെയാണ് എനിക്ക് മീഷോന്ന് വന്നിട്ടുള്ളത്. ബോക്സ് നല്ല പാക്കിങ് ഒക്കെ കൂടെയാണ് വന്നിട്ടുള്ളത്. അപ്പം അതെ, ഇതുപോലൊരു ക്ലിപ്പുണ്ട്. അത്യാവശ്യം ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ചാലേ ഇത് ഇങ്ങനെ ക്ലിപ്പായിട്ട് നിൽക്കുള്ളൂ. ഭയങ്കര സ്ട്രോങ് അത്. അപ്പം ഒരുവിധപ്പെട്ട ഞാനിപ്പോൾ എന്താ പറയുക, കട്ടിലിൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിലൊക്കെ ഞാൻ ഫിറ്റ് ചെയ്യാറുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കാറുണ്ട്. പിന്നെ ഇത് നമുക്കിങ്ങനെ നൂർത്താൻ വേണ്ടി പറ്റും. ഇത് ഫ്ലെക്സിബിളാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓവർ വെയിറ്റ് കൂടിയ ഫോണൊക്കെ ഉണ്ടാവില്ല, അതെനിക്ക് താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഫോണ് ഇങ്ങനെ കുടുക്കിയിടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കിങ്ങനെ ഫോണ് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് തോന്നി എനിക്ക്. അപ്പം ഞാൻ ചില വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോൺ ഇതിൽ വെച്ചിട്ട് എൻ്റെ ട്രൈപോഡിൻ്റെ മുകളിൽ ലൈറ്റ് ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമല്ലോ. എൻ്റെ റിംഗ് ലൈറ്റിൻ്റെ മുകളിൽ സ്റ്റാൻഡും റിംഗ് ലൈറ്റും കൂടെ വരുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ ഫോൺ വെച്ചിട്ട് ലൈറ്റ് ചിലപ്പോൾ വേറെ ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കാറുണ്ട് ചില സമയത്ത്. അതുപോലെ നമ്മൾ ഈ എന്താ പറയുക, ഫേസ് പാക്ക് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ നേരത്ത് നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നത്. ട്രൈപോഡുമായിട്ട് വലിച്ചു പോകണ്ട. നമുക്കിപ്പോൾ ഒരു മേശേൻ്റെ മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. മീഷോയിൽ നല്ല ഓഫറുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കുറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പം ഞാൻ ഇതിൻ്റെ ഡെമോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിത് ഞങ്ങളുടെ റൂമിലുള്ള കട്ടിലിൻ്റെ മുകളിലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് ഭയങ്കര സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്യാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫോൺ ഇടേണ്ടത്. അപ്പം ഡെമോ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇവിടുത്തെ ഒരു പഴയ ഫോൺ എടുത്തിട്ടാണ് കേട്ടോ അതിൽ വെച്ച് കാണിച്ച് തരുന്നത്. എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, എത്രത്തോളം വെയിറ്റ് ഇത് താങ്ങും എന്നുള്ളതും അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫസ്റ്റ് തന്നെ ഒരു ഫോണ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫോണ് ചെറുതായിട്ടൊന്ന് താഴത്തെ വീട് കേട്ടോ. അപ്പം വലിയ ഇത് കട്ടിലിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അപ്പോൾ പക്ഷേ കറക്റ്റായിട്ട് വെച്ചപ്പോൾ വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ആട്ടമുണ്ട്. കാരണം ആ ഒരു ഇതിൻ്റെ ആ ഒരു നമ്മൾ ആ ഒരു പൈപ്പ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുന്നവർക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ താഴത്തേക്ക് നമുക്കിങ്ങനെ തിരിച്ചൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പക്ഷെ വലിയൊരു ആ കമ്പി കുറച്ച് എന്താ പറയുക, ഇങ്ങനെ ആടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ബാലൻസ് കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മേശേൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം നമുക്കിത് കുക്കിംഗ് വീഡിയോ, അതേപോലെ നമുക്ക് ഈ ഒരു ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ റേറ്റ് അത്രയല്ലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ അത് അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.